സോ ഹായ് ഓൾ, ഇറ്റ്സ് മീ മുഹമ്മദ് നജീബ് നാസറൊക്കെ. അപ്പോൾ മലയാളത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിന്റെ 38ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഓപ്ഷൻസിന്റെ മറ്റൊരു എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ വന്ന ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് നാളായിട്ട് നമ്മൾ ഓപ്ഷൻസ് തുടങ്ങിയ സമയം മുതലേ ഞാൻ പറയുന്ന ഒരു കേസാണ്, ഓപ്ഷൻ ഗ്രീക്സിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ഓപ്ഷൻ പ്രീമിയം എങ്ങനെയാണ് വർക്ക് ആവുന്നത്, അതിൽ നമുക്ക് ഓപ്ഷൻ ബൈ ആയാലും സെല്ലായാലും നമുക്ക് ഒരുപാട് ഉപയോഗം അത് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ടോപ്പിക്കിന്റെ ഒന്നാമത്തെ ഭാഗമാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓപ്ഷൻ ഗ്രീക്സ് എന്ന് പറയുന്ന സംഭവത്തിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇവിടെ. അപ്പൊ അതിനു മുന്നേ നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസ് ഒരു പ്ലേലിസ്റ്റ് ആക്കി ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ആദ്യം മുതലേ അത് കണ്ടുവരിക. അപ്പം അതിനുശേഷം നമ്മുടെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിന്റെ സെപ്പറേറ്റ് ഒരു ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിന്റെ എപ്പിസോഡ് എല്ലാം കൂടെ ക്ലബ് ചെയ്ത് സെപ്പറേറ്റ് ഒരു പ്ലേലിസ്റ്റ് ആക്കി ഞാൻ അതും ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ഞാൻ എല്ലാ വീഡിയോയിലും ഇത് ഞാൻ എടുത്ത് പറയും. അത് ഇനി 50 വീഡിയോ ചെയ്താൽ ശരി, 50 വീഡിയോയിൽ ഞാൻ ഇത് എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. കാര്യം വേറൊന്നും കൊണ്ടല്ല, ഒരിക്കലും ആരും എടുത്തു ചാടി വന്ന് ഒന്നിലും ട്രേഡ് ചെയ്യാൻ പാടില്ല. അത് എനിക്ക് നിർബന്ധമാണ്. കാര്യം ആരെങ്കിലും ഒരാൾ അങ്ങനെ വന്നു, അയാൾക്ക് എല്ലാവരും പൈസ വെച്ചിട്ടല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായുള്ള നഷ്ടങ്ങൾ കാര്യങ്ങൾ വരണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഈ ഡെറിവേറ്റീവ്സ് ആയ ഫ്യൂച്ചേഴ്സ് ആയാലും ഓപ്ഷൻസ് ആയാലും അത്തരത്തിലുള്ള സെഗ്മെന്റ്സിലോട്ട് കടന്നു വരിക. ഓക്കെ, അപ്പോ നമ്മുടെ ഇന്നത്തെ വിഷയം എന്തെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഗ്രീക്സ് ആണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ അത് കുറെ ഉണ്ട്. പക്ഷേ ഞാൻ ശരിക്കും പറഞ്ഞ സത്യം പറഞ്ഞാൽ ഞാനിത് സംസാരിക്കുന്നതിന് മുന്നേ ഞാൻ കുറെ ആൾക്കാരോട് പറഞ്ഞാൽ ഇതിൽ ട്രേഡിൽ തന്നെ നിൽക്കുന്ന നമ്മളുമായിട്ട് പല സുഹൃത്തുക്കളും എന്നെങ്ങാട്ട് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, എന്നിലും താന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാരുണ്ട്. അവരുടെ അടുത്തെല്ലാം ഞാൻ ചോദിച്ചും അല്ലാതെയൊക്കെ ഞാൻ മനസ്സിലാക്കി. ഞാൻ യൂട്യൂബിൽ കുറെ വീഡിയോസ് ഇതിനെപ്പറ്റി കണ്ടു. അപ്പം എന്തുകൊണ്ടാണ് ഇത് ആൾക്കാർ മനസ്സിലാക്കാൻ അങ്ങോട്ട് റെഡി ആവാത്തതോ, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പഠിക്കാൻ താല്പര്യമില്ലാത്തതാണോ, അതോ ഇത് പല വീഡിയോസിനും കാണുമ്പോൾ ഇത് മനസ്സിലാവാത്തതാണോ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറെ റെഫർ ചെയ്തു. ഇത് റെഫർ ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആരെയും കുറ്റം പറയുമല്ലോ കേട്ടോ, ഈ വീഡിയോസ് ഇട്ടിട്ടുള്ള പല ആൾക്കാരും, അതായത് ഫേമസ് ആയിട്ടുള്ളവരായാലും ഫേമസ് അല്ലാത്തവരായാലും ഓപ്ഷൻ ഗ്രീക്സിനെ പറ്റി പറയുമ്പോഴത്തേക്ക് അതങ്ങ് വളഞ്ഞങ്ങ് മൂക്കി പിടിക്കുന്ന രീതിയിലാണ് കൂടുതലും പറയുന്നത്. കാര്യം അതിന്റെ പച്ചയായിട്ടുള്ള സത്യം ഞാൻ ആദ്യമേ പറയാം. ഇപ്പൊ ഓപ്ഷൻ ഗ്രീക്സ് അറിയാത്ത ഒരാൾക്ക് ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അയാൾക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് വെറും ബ്ലണ്ടറാണ്. അത്രേ ഞാൻ പറയത്തുള്ളൂ. കാര്യം അതൊക്കെ വെറുതെ പറയുന്നത്. അങ്ങനെ ഇതില്ലെങ്കിലും നമുക്ക് ട്രേഡ് ചെയ്യാം. പക്ഷേ ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ പല കാര്യങ്ങളും ഇങ്ങനെ വണ്ടടിച്ചിരിക്കുന്നുണ്ടായിരിക്കും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉള്ള അഡ്വാൻറ്റേജ് ഞാൻ പറയാം. ഇതില്ലെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. നമുക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കും, അതുപോലെ നമുക്ക് ഓപ്ഷൻ ബൈ ചെയ്യാൻ സാധിക്കും, സെല് ചെയ്യാൻ സാധിക്കും. ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ ഇതെല്ലാം ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇത് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് പിന്നെ മാർക്കറ്റിന് വേറെ ഒരു രീതിയിലായിരിക്കും. അല്ലെ, ഓപ്ഷൻ ട്രേഡിങ് നമ്മൾ കാണുന്ന ഒരു വ്യൂ പോയിന്റ് വേറെ ആയിരിക്കും. ഇപ്പോ നമുക്ക് അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും ഉണ്ട്, നമ്മളിങ്ങനെ വണ്ടടിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ വളരെ 100% ഇല്ല, 99.9% ഷുവർട്ടിയിൽ നമ്മൾ ചില ട്രേഡ് എടുത്തിരിക്കുമ്പോൾ അതെന്താ അത് പ്രീമിയം അങ്ങനെ ആവാത്ത, അല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രീമിയം കുറയാത്ത എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ വരും. ഇപ്പം ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവർ ചിന്തിക്കും, അവരൊരു സ്ട്രൈക്ക് പ്രൈസ് ബൈ ചെയ്യും, അവിടെ നിന്ന് ആ ഒരു സ്ട്രൈക്ക് പ്രൈസ് ആ ഒരു ഓപ്ഷൻ പ്രീമിയം കയറി പോകണം, അതാണ് അവരുടെ ആവശ്യം എന്ന് പറയുന്നത്. അപ്പം മാർക്കറ്റ് കയറുമ്പോഴും ഓപ്ഷൻ പ്രീമിയം കയറുന്നില്ല, അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അവർ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ഇറങ്ങുമായിരിക്കും, അപ്പോഴും പക്ഷേ ഓപ്ഷൻ പ്രീമിയം അതുപോലെ നിൽക്കുന്നു, അല്ലെങ്കിൽ അപ്പോഴും ഓപ്ഷന്റെ പ്രീമിയം കയറി കൂടുന്നു. അപ്പൊ അത്തരത്തിലുള്ള സമയത്ത് നിങ്ങൾ പലരും ഇത് അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, ഇതിന്റെ കാര്യം എന്താ, ഓപ്ഷൻ പ്രീമിയം എന്താ വർക്ക് ആവാത്തത്, മാർക്കറ്റ് ഇറങ്ങിയാണല്ലോ, അപ്പൊ അത് സ്വാഭാവികമായിട്ട് അത് വർക്ക് ആവേണ്ടുള്ള, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യം വരും. ഞാൻ വളരെ നിങ്ങളുടെ അടുത്ത് പേഴ്സണലി സംസാരിക്കുന്നതാണെങ്കിൽ ഞാൻ സംസാരിക്കുകയാണ്. കാര്യം ഈ ഓപ്ഷൻ ഗ്രീക്സിന്റെ ഒരുപാട് വീഡിയോ ഞാൻ കണ്ടെടുത്തോളം ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് വളരെ അങ്ങനെ നമ്മളെ ഭയങ്കര ക്രൂക്കഡായിട്ട് വളഞ്ഞും പിടിച്ചും ഒന്നും പഠിക്കണ്ട. ഇത് മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ ഇതിന്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഓപ്ഷൻ ഗ്രീക്സ് എന്ന് പറഞ്ഞാൽ 5 സാധനങ്ങളാണ്. അതായത് ഡെൽറ്റ, ഗാമ, വീഗ, തീറ്റ, റോ എന്ന് പറയുന്ന 5 സാധനങ്ങൾ കൂടുന്നതാണ് ഓപ്ഷൻ ഗ്രീക്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ
റോ ഇട്ടുതരാം, അത് കുഴപ്പമില്ല, നമുക്ക് ഒരുതായിട്ട് ആവശ്യമുള്ള കാര്യമല്ല. ബാക്കി ഡെൽറ്റ, വീഗ, ഗാമ, തീറ്റ, ഈ 4 കാര്യങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് ഡെൽറ്റ, ഒന്ന് തീറ്റ. ഇത് രണ്ടിനുമാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അത് മാത്രമാണ് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു ട്രേഡിംഗ് കരിയറിലേക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ബെനഫിഷ്യലായിട്ട് തോന്നിയിട്ടുള്ള കാര്യം, എന്റെ പേഴ്സണൽ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഡിസിഷനാണ്, എന്റെ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയത് ഡെൽറ്റ, തീറ്റ, ഈ 2 കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ ഒരുവിധപ്പെട്ട ഓപ്ഷൻ പ്രീമിയം എന്തുകൊണ്ടാണ് ഇങ്ങനെ വർക്കാവുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പം ഈ 4 കാര്യങ്ങളിൽ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെൽറ്റയെ കുറിച്ചാണ്. സോ ഇനി ഒരു ആമുഖം ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ആ ടോപ്പിക്കിലോട്ട് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അറിയാവുന്ന എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാൽ പറ്റുന്ന രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയും ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വളരെ ലളിതമായിട്ട് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നാലും മനസ്സിലാവുന്നവരുണ്ടെങ്കിൽ അറിയാവുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. വീഡിയോ തീർന്നതിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പേഴ്സണലി വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. നിങ്ങളെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാൻ, നോ പ്രോബ്ലം. ഓക്കെ, സോ ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ ടോപ്പിക്. ഓക്കെ, അപ്പം ഓപ്ഷൻ ഗ്രീക്സിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ച് തുടങ്ങാൻ പോകുന്നത്. ഈ ഓപ്ഷൻ ഗ്രീക്സ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് ഞാനിപ്പോൾ തൊട്ട് മുമ്പേ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. വേറൊന്നുമല്ല, ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ ചേരുന്ന ഒരു സംഭവമാണ് ഓപ്ഷൻ ഗ്രീക്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് ഓപ്ഷൻ ഗ്രീക്സ് അറിയില്ലേ, നിങ്ങൾക്ക് ഓപ്ഷൻ ഗ്രീക്സ് അറിഞ്ഞൂടെ, നിങ്ങൾ ഓപ്ഷൻ ചെയ്യാൻ നിൽക്കരുത്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇതില്ലെങ്കിലും ട്രേഡ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇത് പഠിക്കുന്നതിന് മുന്നേ കാലഘട്ടത്തിൽ ഞാൻ ട്രേഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ലോസ് വന്നിട്ടുണ്ട്. പക്ഷെ മിക്കപ്പോഴും ഈ ലോസ് വരുമ്പോൾ എന്റെ ബാക്കി എല്ലാ വ്യൂവും കറക്റ്റ് ആണ്. ഞാൻ എടുക്കുന്ന ട്രെൻഡ് കറക്റ്റ് ആണ്, എന്റെ ബ്രേക്ക്ഔട്ട്സ് കറക്റ്റ് ആയിരുന്നു. അതായത് അല്ലെങ്കിൽ ഏതൊരു ട്രെൻഡ് ലൈൻ, ഏതെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ അത്തരത്തിലുള്ള ബ്രേക്ക്ഔട്ട് ആയി ആ ഒരു ഇത് ഞാൻ ആ ഒരു രീതിയിൽ ബൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ സെല്ല് ചെയ്യുന്നു. പക്ഷെ അത്തരത്തിലുള്ള ചില ട്രേഡുകൾ എനിക്ക് ലോസിലോട്ട് വന്നപ്പോൾ അന്ന് എനിക്ക് അറിയില്ല ഇതെന്താ ഇത്. പിന്നെ പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പല ആൾക്കാരിൽ നിന്ന് ചോദിച്ചു. ഇതേപോലെ ഇപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഇരുന്ന് കാണുന്നത് പോലെ ഞാൻ പല ആൾക്കാരുടെയും വീഡിയോസ് കണ്ടു. അല്ലാതെ ഞാൻ കുറെ ക്ലാസ്സിന് പോയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പോയി ഞാൻ മനസ്സിലാക്കി ഓപ്ഷൻ ഗ്രീക്സ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതായത് ഇത് അറിഞ്ഞിരുന്നാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഡൈനാമിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഓപ്ഷൻ സെല്ലിംഗ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില സാഹചര്യങ്ങളിൽ ഓപ്ഷൻ ബൈയിങ് ആയിരിക്കും ഏറ്റവും ബെറ്റർ. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന് പുറമെ ഓപ്ഷൻ ബൈ ആയാലും ഓപ്ഷൻ സെല്ലായാലും കംപ്ലീറ്റ്ലി ഓപ്ഷൻ ട്രേഡിംഗ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? നമ്മൾ ചൂസ് ചെയ്യുന്ന സ്ട്രൈക്ക് പ്രൈസ് ഏതോ അതിന്റെ ഓപ്ഷൻ പ്രീമിയം എങ്ങനെ വർക്കൗട്ട് ആവുന്നു അതിലാണ് കാര്യം. അപ്പം ആ ഓപ്ഷൻ പ്രീമിയം എങ്ങനെ വർക്കൗട്ട് ആവുന്നു, ഏത് ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആണ് സെലക്ട് ചെയ്യേണ്ടുള്ളതെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി തുടങ്ങി. അപ്പൊ അതിന് എന്നെ മനസ്സിലാക്കാൻ സഹായിച്ചത് ഈ ഒരു പറയുന്ന ഓപ്ഷൻ ഗ്രീക്സ് ആണ്. അപ്പം ഞാൻ പറയുന്നത് പറഞ്ഞാൽ എന്നെ സഹായിച്ച കാര്യങ്ങളിൽ ഒരു കാര്യം ഓപ്ഷൻ ഗ്രീക്സ് ആണ്. അത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ 99% പറയാം, നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരില്ല, ഉപകാരം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പം ഒന്നും വേണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരാൾ ഒരു സംശയം ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. അതുപോലെ നിങ്ങളുടെ ട്രേഡ് ലോസിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അപ്പം ഇനിയും ഞാനിത് പറഞ്ഞു പെരുപ്പിക്കുന്നില്ല. കാര്യം ഞാനിത് ഇതിനെപ്പറ്റി ഇങ്ങനെ പറയാനുള്ള കാര്യം വേറൊന്നുമല്ല. ഇനിയുള്ള 4 എപ്പിസോഡ് ഡെൽറ്റ, ഗാമ, വീഗ, തീറ്റ, ഈ 4 എപ്പിസോഡും ഇതിനെ കണക്ട് ചെയ്താണ്. ഓരോരോ വീഡിയോസ് ആയിട്ട് നമ്മൾ ഓരോന്നിനെയും എക്സ്പ്ലെയിൻ ചെയ്യും. അതിനകത്ത് ഫസ്റ്റ് വൺ ഡെൽറ്റയാണ് നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഡെൽറ്റയെ പറ്റി പറയുന്നതിന് മുന്നേ നമ്മുടെ സ്ഥിരം ലെക്ചറടി ഇന്ന് കുറച്ച് ഒരു 3-4 സ്ലൈഡ് ഉണ്ടെന്ന് തോന്നുന്നു. അത് നിങ്ങൾക്ക് വളരെ ക്ലിയർ കട്ടായിട്ട് ഞാൻ ഒരുപക്ഷെ വളരെ ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവാൻ വേണ്ടി അത് മുഴുവിച്ചിട്ട് പറയാം. അടുത്ത ഈ ഗാമ, വീഗ, അതിലൊന്നും ഞാൻ ഓവർ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന തീറ്റയ്ക്ക് തന്നെ ആയിരിക്കും. ഇപ്പൊ ഈ ഡെൽറ്റയും തീറ്റയും നിങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കിയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കാര്യം
ഞാൻ വൃത്തിയായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ എന്നാൽ അറിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും, നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം, അത്രേ ഉള്ളൂ എനിക്ക് ആഗ്രഹം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സ്ലൈഡിലോട്ട് പോകാം. എന്താണ് ഗ്രീക്സ് എന്നുള്ളതിന്റെ മെയിൻ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം, അതിനുശേഷം ഡെൽറ്റ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നിങ്ങൾ എല്ലാവരും സ്ക്രീൻ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഓപ്ഷൻ ഗ്രീക്സ് എന്ന് പറയുന്ന സംഭവം, ഫോർ ആൻ ഓപ്ഷൻ ട്രേഡർ അസസിംഗ് ദ വേരിയേഷൻ ഇൻ ഓപ്ഷൻ പ്രീമിയം ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. വളരെ ശരിയാണല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഓപ്ഷൻ ട്രേഡർ എന്ന രീതിയിൽ നമ്മുടെ ഓപ്ഷൻ പ്രീമിയം എങ്ങനെ വർക്ക്ഔട്ട് ആവുന്നു അത് മനസ്സിലാക്കുന്നതിലാണ് അവരുടെ സക്സസ് ഇരിക്കുന്നത്. സോ ഹി നീഡ്സ് ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് ഹൗ ദീസ് ഫാക്ടേഴ്സ് പ്ലേ ഔട്ട് ബിഫോർ സെറ്റിംഗ് അപ്പ് ആൻ ഓപ്ഷൻ ട്രേഡ്. അതുകൊണ്ട് ഒരു ഓപ്ഷൻ ട്രേഡിലോട്ട് ഇറങ്ങുന്നതിന് മുന്നേ ഏതൊക്കെ ഫാക്ടേഴ്സ് ഒരു ഓപ്ഷൻ പ്രീമിയത്തിനെ വർക്ക്ഔട്ട് അഫക്ട് ചെയ്യുമെന്ന് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കിയിരിക്കണം. അത്തരത്തിലുള്ള 4 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തെ ഡെൽറ്റ, രണ്ടാമത്തെ ഗാമ, മൂന്നാമത്തെ വീഗ, നാലാമത്തെ തീറ്റ. അതിനകത്ത് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് 4 ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓട്ടിച്ച് ഞാനിപ്പോ ഒന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ, ഡെൽറ്റ ഈസ് ദ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് ആൻ ഓപ്ഷൻ വെൻ ദ അണ്ടർലൈങ് അസറ്റ് ചേഞ്ചസ് ബൈ 1 യൂണിറ്റ്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകണം. എന്നാലും സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, നമ്മുടെ ഒരു ഓപ്ഷൻ പ്രീമിയത്തിന്റെ ഒരു പ്രൈസിൽ വരുന്ന, അതായത് ഒരു അണ്ടർലൈങ് അസറ്റ്, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിഫ്റ്റിയിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസ് അല്ലെങ്കിൽ നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസ് ചലിക്കുമ്പോൾ, ഒരു യൂണിറ്റ് ചലിക്കുമ്പോൾ ഓപ്ഷൻ പ്രീമിയത്തിൽ എന്ത് ചേഞ്ച് വരും എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതാണ് ഒന്നാമത്തെ കാര്യം ഡെൽറ്റ. രണ്ടാമത്തെ കാര്യം ഗാമ, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡെൽറ്റ ഇറ്റ്സെൽഫ്. വേറൊന്നുമല്ല, ഡെൽറ്റ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചുള്ള, അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പറയുന്ന കൺഫ്യൂഷൻ അത് നിങ്ങൾ വിട്ടുതരാം. ഈ പറയുന്ന വീഗ എന്ന് പറഞ്ഞാൽ വോളറ്റിലിറ്റി ഡിപെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. വോളറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലക്ച്വേഷൻസ്, നിങ്ങൾക്ക് അറിയാം, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അടുത്ത തീറ്റ, മെഷേഴ്സ് ദ ഇമ്പാക്ട് ഓൺ പ്രീമിയം ബേസ്ഡ് ഓൺ ദ ടൈം ലെഫ്റ്റ് ഫോർ എക്സ്പയറി. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ ഒരു കടൽ പോലുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് ഞാൻ അതൊന്നും വളരെ സ്പീഡായിട്ട് ഞാൻ പറഞ്ഞു പോയി അതിനെ ചെറുതാക്കാൻ, ലഘൂകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. സ്ക്രീൻഷോട്ട് എടുക്കുന്ന കാര്യമില്ല, വരും വീഡിയോസ് നമ്മൾ അതാണ് പറയാൻ വന്നത്. സോ വി വിൽ ഡിസ്കസ് ദീസ് ഗ്രീക്സ് ഓവർ ദ നെക്സ്റ്റ് ഫ്യൂ ചാപ്റ്റർ. ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. ദ ഫോക്കസ് ഓഫ് ദിസ് ചാപ്റ്റർ ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ഡെൽറ്റ. അപ്പൊ ഞാനിതെല്ലാം സ്പീഡിൽ വായിച്ചു പോയത് വേറെ ഒന്നും കൊണ്ടല്ല, ഇതിനെ പറ്റിയൊന്നും നമ്മൾ ഈ വീഡിയോസിൽ പറയില്ല. നമ്മൾ പറയാൻ പോകുന്ന ഒരേ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ് ഡെൽറ്റ. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഞാൻ ഇപ്പൊ ഈ കാണിച്ച സ്ലൈഡിൽ ഞാൻ ഇതെല്ലാം സ്പീഡിൽ വായിച്ചു പോയത് വേറൊന്നും കൊണ്ടല്ല, അതിനെപ്പറ്റി നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അങ്ങനെ ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ തലയിലോട്ട് മണ്ട ചൂടാക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡെൽറ്റയെ പറ്റി മാത്രം മനസ്സിലാക്കുക. ഈ ഡെൽറ്റയെ പറ്റി മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ, ആദ്യം നിങ്ങൾക്ക് ഞാൻ സിമ്പിൾ ആയിട്ട് വളരെ പച്ച മലയാളത്തിൽ ഞാനൊരു സംശയം നിങ്ങളടുത്ത് ഞാൻ ചോദിച്ചോട്ടെ. അതായത് നമ്മുടെ ഇന്നേ ദിവസം ഇതെന്ന് പറയുന്നത് ജാനുവരി 25-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ക്ലോസ് ആയേക്കുന്നത്, നിഫ്റ്റി ക്ലോസ് ആയേക്കുന്നത് 17,277 ക്ലോസ് ആയേക്കുന്നത്. ഓക്കെ, അപ്പം നാളെ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണ്. അപ്പോൾ നാളെ മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആഴ്ചത്തെ എക്സ്പയറി തന്നെ നമുക്ക് എടുക്കാം. പോട്ടെ, അത് എക്സ്പയറിയും കാര്യങ്ങളെല്ലാം വിട്ടേരെ. നാളെ നിഫ്റ്റി ഒരു 100 പോയിന്റ് മുകളിലോട്ട് പോയി. നാളെ രാവിലെ നമ്മൾ എണീച്ച് ട്രേഡ് ചെയ്യാനിരിക്കുമ്പോഴത്തേക്ക് നിഫ്റ്റി ഒരു 100 പോയിന്റ് മുകളിലോട്ട് പോകുമ്പോൾ ഓപ്ഷൻ പ്രീമിയം നിങ്ങൾ ഏത് സെലക്ട് ചെയ്യും? നിങ്ങളുടെ വ്യൂ ബുള്ളിഷാണ്, അതായത് നിഫ്റ്റി നാളെ മുകളിലോട്ട് പോകാൻ പോവാണ്. ഞാൻ ഈ ഒരു നമ്മുടെ ഗ്രീക്സ് പറയുമ്പോൾ എൻറ്റയർലി ഒരു ഓപ്ഷൻ ബയ്യറിന്റെ പെർസ്പെക്റ്റീവിലായിരിക്കും ഞാൻ കാര്യങ്ങളെല്ലാം പറയുന്നത് കേട്ടോ. ഓപ്ഷൻ സെല്ലിങ്ങിന്റെ പെർസ്പെക്റ്റീവിൽ പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, അത് നേരെ തലയിരിച്ചൊക്കെ ചിന്തിക്കണം. ബൈയിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ സെല്ലിങ് മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല. അപ്പോൾ എല്ലാം ഞാനൊരു ഓപ്ഷൻ ബയ്യറിന്റെ വ്യൂ പോയിന്റിലാണ് പറയുന്നത്. അപ്പോൾ നാളെ ട്രേഡ് ചെയ്യാനിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ബുള്ളിഷാണ്. അതായത് നിഫ്റ്റി ഇപ്പൊ മുകളിലോട്ട് പോകാൻ പോവുകയാണ്, അല്ലെങ്കിൽ നിഫ്റ്റി ഇപ്പോൾ ഒരു അപ് ട്രെൻഡിന് നല്ല ചാൻസ് ഉണ്ടെന്ന രീതിയിൽ നമ്മുടെ ടെക്നിക്കൽ അനാലിസിസ് നോക്കി നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നിഫ്റ്റി നാളെ ഇപ്പോൾ ഒരു മുകളിലോട്ട് പോകുമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്, നിങ്ങൾ ഏത് സ്ട്രൈക്ക് പ്രൈസ് ചൂസ് ചെയ്യും? അതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഇപ്പൊ നിഫ്റ്റി ഒരു 100 പോയിന്റ് മുകളിലോട്ട് കയറി, നിങ്ങൾ ചൂസ് ചെയ്ത സ്ട്രൈക്ക് പ്രൈസ് എത്ര പോയിന്റ് മുകളിലോട്ട് കയറുമെന്ന് നിങ്ങളുടെ അടുത്ത് ഇപ്പൊ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും? നിങ്ങൾ അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റിൽ ഇപ്പൊ തന്നെ കമന്റ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഇത്ര ചോദിക്കുന്നുള്ളൂ. നിഫ്റ്റി നാളെ മുകളിലോട്ട് കയറാൻ പോവാണ്. മുകളിലോട്ട് കയറാൻ പോകുമ്പോൾ നിങ്ങൾ ഏത് ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ചൂസ് ചെയ്യും? അതുപോലെ നിഫ്റ്റി ഇപ്പോൾ ഒരു 100 പോയിന്റ് മുകളിലോട്ട് കയറി എന്ന് വെച്ചോ. നിഫ്റ്റി 100 പോയിന്റ് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ പ്രീമിയം നിങ്ങൾ സെലക്ട് ചെയ്തേക്കുന്നത് എത്ര പോയിന്റ് കയറും എന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഇല്ല. എന്നാൽ
ഈ ഓപ്ഷൻ ഗ്രീക്സിൽ ഡെൽറ്റ എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഏകദേശമല്ല, നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും. പിന്നെ ഈ ബാക്കി വരുന്ന 3 സംഭവങ്ങളോട് നമ്മൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് എൻറ്റയർലി നമുക്ക് ഓപ്ഷൻ പ്രീമിയം എങ്ങനെ വർക്കൗട്ട് ആവുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇനി ലെക്ചർ അടിക്കാൻ വലിയ കാര്യങ്ങൾ കഴിയുന്നില്ല, നമുക്ക് നേരെ NSEയുടെ സൈറ്റിലോട്ട് പോവാം. ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ നിഫ്റ്റി ഇപ്പോൾ ഒന്ന് ബുള്ളിഷ് ആണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അത് നോക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്താണ് ഈ ഒരു ഡെൽറ്റ ഏതൊക്കെ രീതിയിൽ വരും അതൊന്നും നിങ്ങൾക്ക് അറിയണ്ടേ. അതിനുവേണ്ടി ജസ്റ്റ് ഒരു സ്ലൈഡ് കൂടെ കാണിച്ചതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് പോകാം. ഓക്കെ, ഇൻ സിംപ്ലർ ടേംസ് ദ ഡെൽറ്റ ഓഫ് ആൻ ഓപ്ഷൻ ഹെൽപ്സ് us ആൻസർ ക്വസ്റ്റ്യൻ ഓഫ് ദിസ് സോർട്ട്. ഇതാണ് കറക്റ്റ് ഞാൻ നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ചോദ്യം ഞാനായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ആ റെഡിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ വായിക്കുക. By how many points will the option premium change for every 1 point change in the underlying? അതായത് ഇപ്പൊ ഇവിടെ നമുക്ക് അണ്ടർലൈങ് അസറ്റ് നമുക്ക് നിഫ്റ്റി ആയിട്ട് കൂട്ടാം. നമ്മൾ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യാൻ പോകുമ്പോൾ നിഫ്റ്റി ആയിട്ട് കൂട്ടാം. അപ്പോ നിഫ്റ്റി 1 പോയിന്റ് മൂവ്മെന്റ് നടത്തുമ്പോൾ ഓപ്ഷൻ പ്രീമിയത്തിൽ വരുന്ന ചേഞ്ച് എന്തായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡെൽറ്റ എന്ന് പറയുന്ന ഒരു ഫാക്ടറിലൂടെ നമുക്ക് അത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് ബൈ ഹൗ മെനി പോയിന്റ്സ് വിൽ ദ ഓപ്ഷൻ പ്രീമിയം ചേഞ്ച് ഫോർ എവറി 1 പോയിന്റ് ചേഞ്ച് ഇൻ ദ അണ്ടർലൈൻ. ഓക്കെ, വളരെ ക്ലിയർ കട്ട് ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിൽ തന്നെ കോൾ ഓപ്ഷനിൽ ഡെൽറ്റ എങ്ങനെയായിരിക്കും, പുട്ട് ഓപ്ഷനിൽ ഡെൽറ്റ എങ്ങനെയായിരിക്കും. അപ്പൊ അതിൽ ഞാൻ ആദ്യം പറഞ്ഞു തരുന്ന ഒരു കാര്യം ഞാൻ ഇതിനകത്ത് എഴുതാൻ വിട്ടുപോയതാണ്, വളരെ സോറി. അപ്പൊ ഞാൻ ആദ്യം നിങ്ങളുടെ കാര്യം പറഞ്ഞു തരികയാണ്. ഡെൽറ്റ എന്ന് പറയുന്ന ഒരു നമ്പർ അത് -1 മുതൽ 1 വരെ ആയിരിക്കും ഈ ഡെൽറ്റ എന്ന് പറയുന്ന റേഞ്ച്. അതിൽ 0 to -1 എന്താണ്, 0 to +1 എന്താണെന്നുള്ളത് നമ്മളിത് താഴെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വായിച്ചോളാം. കോൾ ഓപ്ഷന്റെ കേസിലാണെങ്കിൽ the delta is a number which ranges from 0 and 1 അല്ലെങ്കിൽ which ranges from 0 to 1 for a call option in which 0.5 delta indicates that if underlying asset moves 100 point CE premium moves 50. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് നിങ്ങൾ തന്നെ നോക്കുക. അതായത് കോൾ ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം 0 മുതൽ 1 വരെ ഇതിനിടയിലുള്ള ഒരു നമ്പർ ആയിരിക്കും കോൾ ഓപ്ഷന്റെ ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പോ അതിന് ഫോർ എക്സാമ്പിൾ 0.5 ഡെൽറ്റ എന്ന് ഉദ്ദേശിക്കുവാണെങ്കിൽ അതിനർത്ഥം നമ്മുടെ നിഫ്റ്റി ഇപ്പോൾ 100 പോയിന്റ് മൂവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കോൾ ഓപ്ഷന്റെ പ്രീമിയം 50 പോയിന്റ് മുകളിലോട്ട് പോകും. മനസ്സിലായല്ലോ? ഞാൻ പറയുന്നത് ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. 0 മുതൽ 1 വരെയുള്ള ഒരു റേഞ്ചിലായിരിക്കും ഡെൽറ്റ എന്ന് പറയുന്ന നമ്പർ. അപ്പോൾ അതിൽ 100 പോയിന്റ് ഇപ്പൊ നിഫ്റ്റി മുകളിലോട്ട് പോകുവാണെങ്കിൽ കോൾ ഓപ്ഷന്റെ പ്രീമിയം 50 പോയിന്റ് പോകും. കാര്യം എന്തുകൊണ്ടാണ്? 0.5 ആണ് ഡെൽറ്റ. ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട്. ഇനി പുട്ട് ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ എന്താണോ കോൾ ഓപ്ഷൻ അതിന്റെ ഓപ്പോസിറ്റ് ആണ് പുട്ട് ഓപ്ഷൻ എന്ന് നമ്മൾ എത്രയോ വീഡിയോസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അതുപോലെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരികയാണ്. ദ ഡെൽറ്റ ഈസ് എ നമ്പർ വിച്ച് റേഞ്ചസ് ഫ്രം 0 and -1. ഇത് കോൾ ഓപ്ഷൻ ആണെങ്കിൽ 0 and +1. ഓക്കെ, ഇൻ വിച്ച് -0.3 ഡെൽറ്റ ഇൻഡിക്കേറ്റ്. നിങ്ങൾ തന്നെ പറ, -0.3 ഡെൽറ്റ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നിങ്ങൾ ഉദ്ദേശിച്ച വളരെ കറക്റ്റ് ആണ്. അണ്ടർലൈങ് അസറ്റ് 100 പോയിന്റ് മൂവ് ആവുന്ന സമയത്ത് പുട്ട് ഓപ്ഷന്റെ പ്രീമിയം 30 പോയിന്റ് മൂവ് ആവും. ഇത്രേ ഉള്ളൂ. അപ്പോ നിങ്ങൾ ഇനി ഇപ്പൊ ഈ 2 കാര്യം നമ്മൾ വായിച്ചില്ലേ, ഇനി താണ്ടെ ഈ എഴുതിയേക്കുന്നത് വായിച്ചു നോക്കെ. ബൈ ഹൗ മെനി പോയിന്റ്സ് വിൽ ദ ഓപ്ഷൻ പ്രീമിയം ചേഞ്ച് ഫോർ എവറി 1 പോയിന്റ് ചേഞ്ച് ഇൻ ദ അണ്ടർലൈൻ. അതായത് അണ്ടർലൈനിൽ 1 പോയിന്റ് മൂവ്മെന്റ് നടക്കുമ്പോൾ ഓപ്ഷൻ പ്രീമിയത്തിൽ എന്ത് മൂവ്മെന്റ് നടക്കും എന്ന് നമ്മളെ മനസ്സിലാക്കാൻ ഡെൽറ്റ എന്ന് പറയുന്ന ഫാക്ടർ സഹായിക്കുന്നു. ഓക്കെ, നിങ്ങൾ കൺഫ്യൂഷൻ ആക്കണ്ട. ഇതിനെപ്പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതാണ്ട് നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മളിപ്പോൾ പറഞ്ഞു തരും. അപ്പം ഇത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ നോക്കണം. അപ്പം ഇനിയിപ്പോൾ നിങ്ങൾ ഒരു ഓപ്ഷൻ സ്ട്രൈക്ക് അങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിന്റെ ഡെൽറ്റ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഡെൽറ്റ ഒരു 0.6 ആണെങ്കിൽ അപ്പോൾ ഇതിപ്പോ ഒരു 100 പോയിന്റ് നമ്മുടെ മൂവ്മെന്റ് നിഫ്റ്റിയിൽ നടന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് 60 പോയിന്റ് മൂവ്മെന്റ് നടക്കും എന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. കാര്യം ഇത് എന്താണെന്നുള്ളത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ഇപ്പൊ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അതിനു മുന്നേ നമുക്ക് ഈ പറഞ്ഞ എക്സാമ്പിൾ നമുക്ക് NSEയിൽ പോയെന്ന് നോക്കാം. ഓക്കെ,
അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ താണ്ട് ഇപ്പൊ NSE സൈറ്റിൽ വന്നിരിക്കുകയാണ്. ഇതിലിപ്പോ ഇതാണ്ട് ജാനുവരി 27 എക്സ്പയറി എന്നാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഈ മാസത്തെ. അപ്പൊ അതിൽ ഇന്നേ ദിവസം എന്ന് പറഞ്ഞാൽ താണ്ട് 25 ജാനുവരിയിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നിങ്ങൾക്ക് കാണാം. 17,277.95, അതായത് 17,278 ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോ ഇതാണ്. അപ്പോ 17,300 ആണ് അറ്റ് മണിയായിട്ട് വരുന്നത്. അത് നിങ്ങൾക്കറിയാലോ, 17,300. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ. ഇപ്പം ഇതിനകത്ത് താണ്ട് 17,300 ആണെങ്കിൽ കോൾ ഓപ്ഷൻ പ്രീമിയം ഒക്കെ എത്രയാണ് നിങ്ങൾക്ക് തന്നെ കാണാം. ഇതാ നോക്കേ, 85. അതാണ് ഇപ്പോഴത്തെ കോൾ ഓപ്ഷന്റെ പ്രീമിയം എന്ന് പറയുന്നത്. 86 ആണ്. ഫിക്സഡ് പറയുവാണെങ്കിൽ, കറക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ 86 ആണ് തന്റെ കോൾ ഓപ്ഷന്റെ പ്രീമിയം. അതുപോലെ 17,500 ആണെങ്കിൽ എത്രയാണ്? 24.7. ഈ പറയുന്ന കണക്ക് 17,750 ആണെങ്കിൽ 3 രൂപ 65 പൈസ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനിപ്പോ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ വ്യൂ ഇപ്പം ബുള്ളിഷ് ആണെന്ന് വെച്ചോ, അതായത് മാർക്കറ്റിന് ഓപ്പൺ ആകുമ്പോൾ മാർക്കറ്റിന് ബുള്ളിഷ് ആയിരിക്കും, മുകളിലോട്ട് പോകാൻ പോകണമെന്ന് നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോഴത്തേക്ക് നിങ്ങൾ ഇതിനകത്ത് ഏത് സ്ട്രൈക്ക് പ്രൈസ് നിങ്ങൾ ചൂസ് ചെയ്യും? ഏത് സ്ട്രൈക്ക് പ്രൈസ് ആണ് നിങ്ങൾ ഇതിനകത്ത് ചൂസ് ചെയ്യുന്നത്? അതായത് ഇപ്പൊ 17,300 ആണെങ്കിൽ 86 രൂപ, 17,500 ആണെങ്കിൽ 24 രൂപ, 17,700 ആണെങ്കിൽ 4 രൂപ 90 പൈസ. അപ്പൊ ഇതിനകത്ത് ഏത് സ്ട്രൈക്ക് പ്രൈസ് നിങ്ങൾ ചൂസ് ചെയ്യും എന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. അപ്പോ ഏറ്റവും കൂടുതൽ ഓപ്ഷൻ ബൈയിങ്ങിൽ വരുന്നത് ഏറ്റവും കൂടുതൽ കയ്യിൽ നമ്മളെ പോലുള്ള സാധാരണക്കാരാണെങ്കിൽ ആദ്യം വളരെ ചെറിയ ക്യാഷിൽ വന്നിട്ട് ഓപ്ഷന്റെ നല്ല രീതിയിൽ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നൊരു കോൺഫിഡൻസോടെ വന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയോട് വന്നുകൂടി അവരെല്ലാരും പോയതാണ്ട് ഈ ഫാർ ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷന്റെ ഔട്ട് ഓഫ് ദ മണി സെക്ഷൻ ആണ് ഈ വൈറ്റിൽ കാണുന്നത്. അപ്പൊ ഈ ഫാർ ഔട്ട് ഓഫ് ദ മണി ഇവിടെ പോയി വല്ല 7 രൂപ 50 പൈസയുടെ അല്ലെ 11 രൂപയുടെയോ ഈ ഒരു റേഞ്ചിലുള്ള 17,600 വല്ല അവര് പോയി വാങ്ങിക്കും. അപ്പോ അവര് വിജയിക്കാനുള്ള സാധ്യത എന്താണെന്നുള്ളത് ഓൾറെഡി നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ് ചൂസിങ്ങിന്റെ സെലക്ഷൻ ഓഫ് സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്ന ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പോ നിങ്ങൾ തന്നെ പറയും, നിങ്ങൾ ഇതിനകത്ത് ഏത് സ്ട്രൈക്ക് പ്രൈസ് ചൂസ് ചെയ്യും എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? അല്ലെങ്കിൽ ഏത് സ്ട്രൈക്ക് പ്രൈസ് ചൂസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്, അത് നിങ്ങൾക്ക് ഇപ്പൊ അറിയാൻ പറ്റുന്നു? നമ്മൾ പഠിച്ചത് പ്രകാരം, നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ പഠിച്ചത് പ്രകാരം നിങ്ങൾക്കറിയാം, ഇന്ത്യ മണിയിൽ നല്ല രീതിയിൽ പോയി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. പക്ഷെ എന്നാലും ഈവൻ ദോ ഇന്ത്യ മണി ആണെങ്കിൽ പോലും ഏത് ചൂസ് ചെയ്യണം? ഇപ്പോ നിഫ്റ്റി 17,300 ആണ്. ഇനി നിഫ്റ്റി മുകളിലോട്ട് പോകുന്നതാണ് നിങ്ങളുടെ പ്രതീക്ഷ. ശരി, ഇപ്പൊ നിഫ്റ്റി 17,400 വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന സ്ട്രൈക്ക് പ്രൈസ് എത്രത്തോളം മൂവ്മെന്റ് നടക്കുമെന്ന് നിങ്ങൾക്കറിയോ? ഇല്ല, ഇതൊന്നും നമുക്കറിയില്ല. അപ്പോ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഈ ചോദ്യം ഞാൻ ഒന്നുകൂടെ ചോദിക്കാതിരിക്കാൻ വേണ്ടി, കുറച്ചുകൂടെ നല്ല രീതിയിൽ നിങ്ങൾ ഉത്തരം പറയാൻ വേണ്ടി ഞാൻ ഈ സ്ലൈഡ് നിങ്ങളെ കാണിക്കുകയാണ്. ഈ സ്ലൈഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ തന്നെ പറയും ഏത് സ്ട്രൈക്ക് പ്രൈസ് എടുത്താൽ എത്ര മൂവ്മെന്റ് അണ്ടർലൈനിൽ നടന്നു കഴിഞ്ഞാൽ എത്ര മൂവ്മെന്റ് നമ്മുടെ ഓപ്ഷൻ പ്രീമിയത്തിൽ നടക്കും എന്ന് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഇനി തൊട്ട് കാണുമ്പോൾ നിങ്ങളെ കൊണ്ട് തന്നെ പറയാൻ പറ്റും. ഓക്കെ, അപ്പോ ഞാൻ നമ്മൾ ഓൾറെഡി ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഒന്നുകൂടി ഇവിടെ പറയാണ്. ഒന്നുകൂടെ നിങ്ങളൊന്ന് വായിച്ചോളുക. അതെന്തിനാണെന്നറിയോ? നിങ്ങളുടെ മനസ്സിലോട്ട് തറച്ചത് കയറാൻ വേണ്ടിയാണ്. അതായത് കോൾ ഓപ്ഷനിലെ പോസിറ്റീവ് ഡെൽറ്റ ആയിരിക്കും എപ്പോഴും. അത് നമ്മൾ പഠിച്ചല്ലോ, 0 to 1. അപ്പോ എ കോൾ ഓപ്ഷൻ വിത്ത് എ ഡെൽറ്റ ഓഫ് 0.4 ഇൻഡിക്കേറ്റ്സ് എന്തായിരിക്കും? ഞാൻ അതിന്റെ ശേഷമുള്ള നിങ്ങൾക്ക് വായിക്കാമെന്ന് എനിക്ക് അറിയാം. കുറച്ചെങ്കിലും ആത്മാർത്ഥമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. എ കോൾ ഓപ്ഷൻ വിത്ത് എ ഡെൽറ്റ ഓഫ് 0.4 ഇൻഡിക്കേറ്റ്. ഒരു കോൾ ഓപ്ഷന്റെ ഡെൽറ്റ 0.4 ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഫോർ എവരി 1 പോയിന്റ്, അതായത് ഓരോ പോയിന്റ് അണ്ടർലൈനിൽ മൂവ്മെന്റ് നടക്കുമ്പോൾ കോൾ ഓപ്ഷന്റെ പ്രീമിയത്തിൽ 0.4 മൂവ്മെന്റ് ആയിരിക്കും നടക്കുന്നത്. അപ്പോ ഇവിടെ 10 രൂപയുടെ മൂവ്മെന്റ്, ഇവിടെ 10 പോയിന്റിന്റെ മൂവ്മെന്റ് ആണെങ്കിൽ ഇവിടെ 4 രൂപ. ഇവിടെ 100 പോയിന്റിന്റെ മൂവ്മെന്റ് ആണെങ്കിൽ ഇവിടെ 40 രൂപയുടെ മൂവ്മെന്റ് ആയിരിക്കും നടക്കുന്നത്. 40 രൂപയുടെ അല്ല, 40 പോയിന്റിന്റെ മൂവ്മെന്റ് ആയിരിക്കും നടക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്നുകൂടെ അതേ രീതിയിൽ ചിന്തിച്ചെടുക്കണേ. അതുപോലെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് പുട്ട് ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ഡെൽറ്റ ആയിരിക്കും. ഇപ്പോ പുട്ട് ഓപ്ഷൻ ഒരു -0.4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 പോയിന്റ്
അണ്ടർലൈനിൽ നീക്കം നടക്കുന്ന സമയത്ത് പുട്ട് ഓപ്ഷനിൽ 40 പോയിന്റ്. അതുപോലെ 1 പോയിന്റ് ആണ് അണ്ടർലൈൻ അസറ്റിൽ മൂവ്മെന്റ് നടക്കുന്നതെങ്കിൽ ഓപ്ഷൻ പ്രീമിയത്തിൽ നടക്കുന്ന മൂവ്മെന്റ് 0.4 പോയിന്റ്സ് മാത്രമായിരിക്കും. ഓക്കെ, അപ്പോ ഇതിത്ര നിങ്ങളുടെ തലയിലോട്ട് കയറ്റിയ. ഇനി ഞാൻ റെഡിൽ എഴുതിയേക്കുന്ന കാര്യം വളരെ ക്ലിയർ കട്ടായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വളരെ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ഒറ്റ തവണ വായിച്ചാൽ മതി. Out of the money options have a delta value between 0 and 0.5. At the money option has a delta of 0.5 and in the money option has a delta between 0.5 and 1. ഇത്രയും നിങ്ങൾ മനസ്സിലാവും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് എന്താണെന്ന് വായിച്ചാൽ മനസ്സിലാവും. ഇനി വളരെ വളരെ എളുപ്പത്തിൽ ഇവിടെ വളരെ എളുപ്പത്തിൽ അതെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി താണ്ടെ അറ്റ് ദ മണിയുടെ കളർ കോമ്പിനേഷൻ എന്താണ്, ഇൻ ദ മണിയുടെ കളറാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്, ഔട്ട് ഓഫ് ദ മണിയുടെ കളറാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. അതെല്ലാം നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവാൻ വേണ്ടിയാണ്. ഇവിടെ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. അസ്യൂം സ്പോട്ട് പ്രൈസ് ഈസ് 17,300 എന്നാണ് കേട്ടോ, ഇവിടെ 100 എന്നായി പോയി. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കേ, നമുക്ക് ഇതിന്റെ സ്പോട്ട് പ്രൈസ് ഒരു 17,300 തന്നെയാണ് നിങ്ങൾ കരുതാൻ. അതിനാണ് ഞാനിവിടെ ഗ്രേയിൽ കൊടുത്തേക്കുന്നത്. 17,300 ആണ് നിങ്ങൾ കരുതുക. അങ്ങനാണെങ്കിൽ ഈ കോളത്തിൽ കാണുന്നതെല്ലാം കോൾ ഓപ്ഷൻ, ഈ കോളത്തിൽ കാണുന്നതെല്ലാം പുട്ട് ഓപ്ഷൻ. അപ്പോ 17,300 ആണ് കോൾ ഓപ്ഷൻ. അപ്പോ ഈ ഇങ്ങോട്ട് താഴോട്ട് വെള്ളയിൽ വന്നതെല്ലാം ഔട്ട് ഓഫ് ദ മണിയാണ്. കോൾ ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം ഔട്ട് ഓഫ് ദ മണിയാണ്. ഇത് വളരെ ക്ലിയർ ആയിട്ട് ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുമ്പത്തെ വീഡിയോസിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. സെലക്ടിങ് സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചൂസിങ് സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്ന വീഡിയോയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ള ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി എല്ലാം. ഓക്കെ, അപ്പോ ഈ 17,400, 17,500, 17,600 അതായത് മുകളിലോട്ട് പോകും തോറും, അതായത് സ്പോട്ട് പ്രൈസിൽ നിന്ന് അല്ലെങ്കിൽ അറ്റ് ദ മണിയിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടുന്തോറും ഫാർ ഔട്ട് ഓഫ് ദ മണിയിലോട്ട് ആവുമ്പോഴത്തേക്ക് നമ്മുടെ ഡെൽറ്റ 0 വരും. അപ്പൊ 17,700 എന്ന് പറഞ്ഞാൽ നാലിപ്പോ 0.1 ആണ്. അപ്പൊ ഇതിന് താഴോട്ട് 17,600 ആണ്, അല്ല 17,800 ആണെങ്കിൽ അത് 0 പോകും. അങ്ങനെ അങ്ങനെ പോകും. അതുപോലെ എന്താണോ അറ്റ് ദ മണിയിൽ നിന്ന് താഴോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക്, അതായത് ഇൻ ദ മണിയിലോട്ട് പോകും തോറും ഡെൽറ്റ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അത് 1 വരെ പോകും. മാക്സിമം 1, ഏറ്റവും മിനിമം 0, ഇതിനിടയിലായിരിക്കും. അപ്പോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായി? ഇപ്പോ നമ്മുടെ മാർക്കറ്റിന്റെ വ്യൂ അല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ട്രേഡിന്റെ വ്യൂ ബുള്ളിഷ് ആണെങ്കിൽ ഏറ്റവും നമുക്ക് ബെസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഇൻ ദ മണിയിലുള്ള ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസസ് സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ 17,300 എന്ന് പറയുന്ന ഒരു റേഞ്ചിൽ നിൽക്കുകയാണ് മാർക്കറ്റ്. സ്പോട്ട് പ്രൈസ് 17,300 നിൽക്കുകയാണെന്ന് വെച്ചോ. ഇതിൽ നിന്ന് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കി തരാം. അതായത് 17,400 എന്ന് പറയുന്ന ഒരു സ്ട്രൈക്ക് പ്രൈസ് നിങ്ങൾ ഇപ്പൊ ചൂസ് ചെയ്ത്, അപ്പൊ നിങ്ങളുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഓക്കെ മാർക്കറ്റിന് മുകളിലോട്ട് പോകുമല്ലോ, അപ്പൊ അടിപൊളിയായിട്ട് നമുക്ക് കയറാമല്ലോ എന്നൊക്കെയാണ്. ഓക്കെ, അപ്പോ ഇനി ഈ 300-ൽ നിന്ന് മാർക്കറ്റ് 400-ലോട്ട് വന്നാലും നിങ്ങളുടെ ഓപ്ഷൻ പ്രീമിയം വെറും 40 പോയിന്റ് മൂവ് ആവത്തുള്ളൂ. പക്ഷേ മാർക്കറ്റ് 100 പോയിന്റ് മുകളിലോട്ട് കയറി, അതായത് നിഫ്റ്റി 100 പോയിന്റ് മുകളിലോട്ട് വന്നിട്ടും നിങ്ങളുടെ ഓപ്ഷൻ പ്രീമിയം വെറും 40 പോയിന്റ് വന്നിട്ടുള്ളൂ. കാര്യം എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഡെൽറ്റ എന്ന് പറയുന്നത് 0.4 ആണ്. അപ്പോ ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കേ, ഈ 17,300-ൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ വ്യൂ നിഫ്റ്റി മുകളിലോട്ട് പോകുന്നതാണ്. അപ്പൊ നിങ്ങൾ നേരെ പോയി 16,900 അല്ലെങ്കിൽ ഒരു 16,800 നിങ്ങൾ പോയി എടുക്കുകയാണ്, പോയി ചൂസ് ചെയ്യാണ്. എന്നിട്ട് അത് നിങ്ങൾ ബൈ ചെയ്യാണ്. അത് കോൾ ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താ? ഇപ്പൊ നിഫ്റ്റി 100 പോയിന്റ് മുകളിലോട്ട് പോയാൽ നിങ്ങളുടെ ഓപ്ഷൻ പ്രീമിയവും 100 പോയിന്റ് മുകളിലോട്ട് പോകും. 100 പോയിന്റ് നിഫ്റ്റി കയറുമ്പോൾ പെർ ഷെയർ നിങ്ങൾക്ക് 100 രൂപ ലാഭവും കിട്ടുന്നു. ഓക്കെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എപ്പോഴും ഡെൽറ്റ കൂടിയ സാധനം ചൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ലാഭം കൂടുന്നത്. ഓക്കെ, അപ്പോ അതുപോലെ ഡെൽറ്റ ഏറ്റവും കുറവാണെങ്കിൽ നിങ്ങൾ വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഇനി ഗ്രീക്കിൽ പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാന്ന്. ഫാർ ഔട്ട് ഓഫ് ദ മണിയിലോട്ട് വരുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ വിജയിക്കാനുള്ള സാധ്യത കുറയുന്നതെന്ന് ഇപ്പൊ മനസ്സിലായോ? അതായത് ഈ പറയുന്ന
17,300 നിൽക്കുന്ന സമയത്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതായിരിക്കും എല്ലാവരുടെയും എല്ലാവരുടെയും മീൻസ് ഈ മാർക്കറ്റിൽ ആദ്യമായിട്ട് വരുന്ന തുടക്കക്കാരുടെയും പ്രതീക്ഷ. അപ്പൊ ഇവരൊക്കെ പോയി എന്താ ചെയ്യും, വളരെ ചെറിയ ക്യാപിറ്റലായിരിക്കും. അപ്പൊ ഇവര് നോക്കുമ്പോൾ 17,700 വളരെ ചെറിയ പ്രീമിയല്ലേ ഉള്ളു, അപ്പൊ നമുക്ക് അവിടെ പോയി ബൈ ചെയ്യാം, ഇത് മൂവ് ആവുമ്പോഴത്തേക്ക് നമുക്ക് ലാഭം കിട്ടുമല്ലോ, അപ്പൊ വിൽക്കാന്ന്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്താ, 17,700 പോയി എടുക്കുമ്പോൾ ആ ഒരു സ്ട്രൈക്ക് പ്രൈസ് എടുക്കുമ്പോൾ നിഫ്റ്റി 100 പോയിന്റ് കയറിയാലും നമ്മുടെ ഓപ്ഷൻ പ്രീമിയം വെറും 10 പോയിന്റ് കയറത്തുള്ളൂ. എന്താണോ നമ്മൾ ഇവിടെ പഠിച്ചത് എക്സാക്ട്ലി അതിന്റെ ഓപ്പോസിറ്റ് ആണ് പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. അത് ഇനി പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. എന്താണോ കോൾ ഓപ്ഷൻ അതിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒന്നുകൂടെ നിങ്ങളുടെ മൈൻഡിലോട്ട് കയറാൻ ഇതുകൂടെ ഒന്ന് വായിച്ചോളുക. ഡെൽറ്റ ചേഞ്ചസ് വിത്ത് ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് സ്പോട്ട്. അതായത് സ്പോട്ട് പ്രൈസിന്റെ വാല്യൂ മാറും തോറും ഡെൽറ്റയിൽ വരുന്ന ചേഞ്ച് എങ്ങനെയാണെന്നുള്ളതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഇതൊന്നും വലിയ കഥയുള്ള കാര്യമല്ല, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് തന്നെ ധാരാളം. ഈ ബ്ലൂ ലൈൻ ക്യാപ്ചേഴ്സ് ദ ബിഹേവിയർ ഓഫ് ദ കോൾ ഓപ്ഷൻ ഡെൽറ്റ വേരീസ് ഫ്രം 0 to 1. The red line captures the behavior of the put options delta varies from -1 to 0. അപ്പൊ ഇതില് ഈ സൈഡിൽ കാണുന്നതാണ് ഡെൽറ്റ. നിങ്ങൾ നോക്കേ 1.0, 0.8, 0.6, 0.4, 0.2 കണ്ടോ? ഈ കാണുന്നതാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഇവിടെ ഇതെല്ലാം മൈനസ് ആണ്, ഇതെല്ലാം പ്ലസ് ആണ്. അപ്പം ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പുട്ട് ഓപ്ഷൻ, ഇതിനെല്ലാം സൂചിപ്പിക്കുന്നത് കോൾ ഓപ്ഷൻ. അപ്പോ ഇതാണ് ഔട്ട് ഓഫ് ദ മണി എന്ന് പറയുന്നത്. ഔട്ട് ഓഫ് ദ മണി എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ ഏറ്റവും ദൂരെ കാണുന്ന സാധനം. അപ്പൊ അവിടെ പോയി നമ്മൾ എടുക്കാൻ നിന്നാൽ അതിനെയാണ് ഔട്ട് ഓഫ് ദ മണി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പോയി നമ്മൾ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്രോബബിലിറ്റി വളരെ 0 ആയിരിക്കും. അപ്പോ ഈ കാണുന്നതാണ് സ്പോട്ട് പ്രൈസ് എന്ന് നിങ്ങൾ കൂട്ടിക്കുക. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇതാണ് സ്പോട്ട് പ്രൈസ് 17,300 എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതായത് ഔട്ട് ഓഫ് ദ മണിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഈ ഔട്ട് ഓഫ് ദ മണിയിൽ വരുമ്പോൾ വളരെ കുറവായിരിക്കും. എപ്പോഴും ഇൻ ദ മണിയിലോട്ട് കയറുന്ന സമയത്ത് അതാ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ ഇൻ ദ മണിയുടെ സൈഡിലോട്ട് എപ്പം പോകുന്നോ ആ ഇൻ ദ മണി സൈഡിൽ കിടക്കുന്ന ആ ഒരു ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് എടുക്കുന്നതായിരിക്കും നമ്മൾ കോൾ ഓപ്ഷൻ ആണെങ്കിലും നമ്മൾ പുട്ട് ഓപ്ഷൻ ആണെങ്കിലും നല്ലത്. കാര്യം എന്തുകൊണ്ടാ, ഏറ്റവും കൂടുതൽ നമുക്ക് വിജയ സാധ്യത അവിടാണ്, ഏറ്റവും നല്ല ഡെൽറ്റ കിട്ടുന്നതും അവിടാണ്. ഏറ്റവും ഇൻ ദ മണിയിലായിരിക്കും എപ്പോഴും കൂടിയ ഡെൽറ്റ ഉള്ളത്. അതായത് ഈ ഒരു റേഞ്ച് എത്തുമ്പോഴത്തേക്ക് 1 ആവും. അതായത് ഇവിടെ കോൾ ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം ഡെൽറ്റ 1 ആവും, പുട്ട് ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം -1 ആവും. -1 ആയാലും 1 ആയാലും അതാണ് മാക്സിമം. പിന്നെ ഇങ്ങനെ സ്റ്റെബിലൈസ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഫിഗർ ഒന്ന് നോക്കി കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഇത് ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു നെറ്റിൽ നിന്ന് കിട്ടിയ ഒരു ഫിഗർ ഞാൻ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ ഇതൊന്നും കാര്യമാക്കണ്ട. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം ഇത് നിങ്ങളുടെ മൈൻഡിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോട്ടോ. ഇവിടെ അസ്യൂം സ്പോട്ട് പ്രൈസ് 17,300 ആണ്. അത് മാത്രമേ ഉള്ളൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയത്. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും നിങ്ങളുടെ തലയിലോട്ട് കയറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉറപ്പാണല്ലോ. എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, അപ്പോ കുറെ അങ്ങ് സ്ലൈഡിൽ തന്നെ ആയിപ്പോയല്ലേ. അപ്പോ വേറൊന്നും കൊണ്ടല്ല, ഇത് അത്തരത്തിലുള്ള ഒരു ടോപ്പിക്കാണ്. ഇത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളെ തലയിലോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പൊ ഞാൻ ഈ സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓപ്ഷൻ ഗ്രീക്ക് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ആവും എന്തുകൊണ്ടാണ് ഈ ഫാർ ഔട്ട് ഓഫ് ദ മണിയിലൊന്നും പോയി നമ്മൾ ഒരിക്കലും ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ബൈ ചെയ്യരുത് എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടുള്ളത് ഈ ഡെൽറ്റ എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമ്മളൊന്ന് നോക്കിക്കോണം. അപ്പൊ ഇതെല്ലാം ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങളിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ശരി സുഹൃത്തെ, നിങ്ങളിതെല്ലാം പറഞ്ഞു, ഇപ്പൊ ഈ ഡെൽറ്റയൊക്കെ ഞങ്ങൾ എവിടെ പോയി തപ്പാനാ? ഇതില്ലെങ്കിൽ ഇതുകൊണ്ട് ഓൾറെഡി നമ്മുടെ NSE തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡെൽറ്റയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അല്ലാതെ തന്നെ ഒരുപാട് സോഫ്റ്റ്വെയർ ഇതിനു വേണ്ടി ഉണ്ട് നമ്മളൊരു ട്രേഡ് എടുക്കുന്ന സമയത്ത്. പക്ഷേ അപ്പൊ നിങ്ങൾ പറയും ഇനി അതിനു വേണ്ടി പേയ്മെന്റ് കൊടുക്കാൻ പറ്റത്തില്ല. പേയ്മെന്റ് കൊടുക്കണ്ട, നമ്മുടെ സ്ഥിരം ആയിട്ടുള്ള നമ്മൾ ഫ്രീ ആയിട്ടുള്ള നോക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഒബ്സ്ട്രാ ഡിഫൈൻ എഡ്ജ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിൽ തന്നെ എവിടെ പോയി ഓപ്ഷൻ ഗ്രീക്സ് നോക്കാൻ പറ്റും എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഇവിടെ ഒബ്സ്ട്രയുടെ പേജിൽ വന്നിരിക്കുകയാണ്. ഒബ്സ്ട്രയുടെ പേജിൽ വന്നിട്ടുള്ളപ്പോൾ നിങ്ങൾക്കറിയാം ഇതാണ് സ്പോട്ട് പ്രൈസ് 17,277 ജാനുവരി 27 എക്സ്പയറി. നമുക്ക് ഈ ഫ്യൂച്ചേഴ്സ് മാറ്റി നമുക്കൊന്ന് ഓപ്ഷൻസ് ആക്കാം. ഓക്കെ, നമ്മൾ ഫ്യൂച്ചേഴ്സ് മാറ്റി നമ്മൾ ഓപ്ഷൻസ് ആക്കി. അപ്പൊ ഇനി ഏത് സ്ട്രൈക്ക് പ്രൈസ് കൊടുക്കണം എന്ന് നമുക്കൊന്ന് നോക്കാം.
ഇനി നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ എത്രയിലാണ് നിൽക്കുന്നത്? 17,278 അതിലാണ് നിൽക്കുന്നത് അല്ലെ. നമുക്കൊരു 17,300 നോക്കാം, അല്ലെങ്കിൽ ഒരു 17,400 നോക്കാം നമുക്ക് അല്ലെ. മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പൊ നമ്മൾ 17,400 നോക്കുന്നു. സി തന്നെയാണ്, ബൈ ആണ് കൊടുക്കാനുള്ളത്. നമ്മൾ തന്നെ പൊസിഷൻ ആഡ് ചെയ്യുന്നു. ഓക്കെ, 48 രൂപയാണ് കേട്ടോ. ഓപ്ഷൻ പ്രീമിയം പ്രൈസ് 48 രൂപയാണ്. അപ്പോ ഇതിൽ നിന്ന് ഓക്കെ, മുമ്പ് നമ്മൾ പറയുന്നതാണ് പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് 30 രൂപയേ ഉള്ളൂ, അല്ല 30% മാത്രമേ ഉള്ളൂ. മാക്സിമം പ്രോഫിറ്റ് അൺഡിഫൈൻഡ് ആണ്. നമുക്ക് വരുന്ന മാക്സിമം ലോസ് 2,600 ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇനി ഇതാണ്ട് ഈ ഗ്രീക്ക് എന്ന് പറയുന്നത് കണ്ടോ, നിങ്ങൾ ഈ ഗ്രീക്കിൽ വന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോ എന്നിട്ട് ഇവിടെ ദാണ്ട് ഈ ഗ്രീക്സ് ഇൻ ഡെസിമൽസിലും ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പൊ ഇവിടെ കാണുന്ന ഈ ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്, ഡെൽറ്റ, തീറ്റ, ഗാമ, വീഗ എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്കിപ്പോ ഡെൽറ്റ മാത്രം നോക്കുക. എത്ര? 0.29. അപ്പോ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായി? മാർക്കറ്റ് 100 പോയിന്റ് മുകളിലോട്ട് പോകുവാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ പ്രീമിയം, അതായത് ഈ 48 എന്നുള്ളത് വെറും 29 പോയിന്റും കൂടെ മുകളിലോട്ട് നീങ്ങത്തുള്ളൂ. മാർക്കറ്റ് 100 പോയിന്റ് മുകളിലോട്ട് നീങ്ങിയാൽ, അതായത് നിഫ്റ്റി ഇപ്പൊ നിൽക്കുന്ന 17,278 നിന്ന് 17,378 പോയാലും നമ്മുടെ ഡെൽറ്റ 29 ആയതുകൊണ്ട് ഓപ്ഷൻ പ്രീമിയം വെറും 29 പോയിന്റ് മാത്രമേ മുകളിലോട്ട് നീങ്ങൂ. അപ്പോ അതിനകത്ത് ഈ ഫാക്ടേഴ്സ് എല്ലാം അഫക്ട് ചെയ്യും. എന്നാലും ഒറ്റ നോട്ടാൽ നിങ്ങൾക്ക് ഇപ്പൊ കാര്യം മനസ്സിലായതുണ്ടോ? ഇനി നേരെ മറിച്ച് നിങ്ങളുടെ വ്യൂ ഇപ്പൊ മുകളിലോട്ട് പോകുന്നത് തന്നെയാണ്. നല്ലൊരു റെസിസ്റ്റൻസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ മാർക്കറ്റ് എന്തായാലും 17,277 എന്തായാലും മുകളിലോട്ട് പോകുന്നത് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ്. അപ്പൊ എന്താ വേണം? നമ്മൾ പഠിച്ചത് എന്താണ്? ഇൻ ദ മണി. ഇൻ ദ മണിയിൽ പോയി നമ്മൾ ഒരു ട്രേഡ് എടുക്കുന്നു. നമുക്ക് ഒരുപാടൊന്നും പോകണ്ട. ഇപ്പൊ 17,300 റേഞ്ചിൽ നിൽക്കുകയല്ലേ, നമുക്കൊരു 17,000 എടുക്കാം. ഒരു 17,000 എടുക്കുന്ന സമയത്ത് ഓപ്ഷൻ പ്രീമിയം 298 രൂപയാണ്. ഓപ്ഷൻ പ്രീമിയം എന്ന് പറയുന്നത് നേരത്തെ നമുക്ക് റീസെറ്റ് ചെയ്യാം. ഇതിപ്പോ 17,000 ആണ് ചൂസ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഈ പൊസിഷൻ ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇനി ഇതിന്റെ ഗ്രീക്ക് എന്താന്ന് നോക്കാം. ഇതിന്റെ ഗ്രീക്ക് നോക്കേ, 80.05. അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലായി? ഈ പറയുന്ന 17,277.95, അതാണ് ഇപ്പോഴത്തെ സ്പോട്ട് പ്രൈസ്. മാർക്കറ്റ് 17,278 നിന്ന് 17,378 പോകുവാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ പ്രീമിയം 80 പോയിന്റ് മുകളിലോട്ട് പോകും. മനസ്സിലായോ? അതാണ് മുൻകൂട്ടി നമുക്ക് അറിയാൻ പറ്റിയാണ് കാര്യങ്ങളൊക്കെ. നമ്മുടെ ഓപ്ഷൻ പ്രീമിയം എങ്ങനെ വർക്ക് ചെയ്യും, നമുക്കൊരു ട്രേഡിലോട്ട് എടുക്കുന്നതിന് മുന്നേ തന്നെ ഏത് സ്ട്രൈക്ക് പ്രൈസ് ചൂസ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും. ഇതിൽ നമ്മൾ അറിയാനുള്ള ഒരേ ഒരു കാര്യം എന്താണ്? നമ്മൾ എടുക്കുന്ന ഡയറക്ഷൻ കറക്റ്റ് ആയിരിക്കുക. മുമ്പ് ഇനി നേരെ മറിച്ച് നമ്മളിപ്പോ ഒരു ഫാർ ഔട്ട് ഓഫ് ദ മണിയിൽ പോയി എടുക്കുകയാണ്. നമ്മൾ പോയി ഒരു 17,600 പോയി എടുക്കുക. ഇതങ്ങ് ക്ലിയർ ചെയ്തോട്ടെ, ഓൾറെഡി ഉള്ള ഇതങ്ങ് ക്ലിയർ ചെയ്തോട്ടെ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ പൊസിഷൻ ആഡ് ചെയ്യുകയാണ്. അപ്പോ നമ്മുടെ വ്യൂ ഇപ്പൊ കറക്റ്റ് ആണ്. മാർക്കറ്റ് പറഞ്ഞതുപോലെ 17,278 നിന്ന് 17,378 പോയെന്ന് വെച്ചോ. പക്ഷെ നമ്മുടെ ഓപ്ഷൻ പ്രീമിയം വെറും 9 രൂപയായിരിക്കും. അതായത് 100 പോയിന്റ് നിഫ്റ്റിയിൽ മൂവ് ആവുമ്പോൾ ഡെൽറ്റ വെറും, അതായത് നമ്മുടെ ഓപ്ഷൻ പ്രീമിയം മൂവ് ആവാൻ പോകുന്നത് മാക്സിമം 10 രൂപയായിരിക്കും. മനസ്സിലായോ? ഇതാണ് പറയുന്നത്. എന്താണോ നമ്മൾ ഇപ്പൊ ഈ പഠിച്ചത് എക്സാക്ട്ലി പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ ആ പുട്ട് ഓപ്ഷൻ നമ്മൾ ഇട്ട് നോക്കിയിട്ട് ഇതേപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഈ പ്ലാറ്റ്ഫോം എങ്ങനെയാണ് ഏതാണെന്നുള്ളതൊക്കെ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നമ്മളെ മുൻ വീഡിയോസിൽ അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ കാര്യം പറഞ്ഞു തന്നു. വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഇപ്പൊ ഒബ്സ്ട്രാഡ പ്ലാറ്റ്ഫോമിൽ പോയി എങ്ങനെ നമുക്ക് ഡെൽറ്റ കാണാം, ഒരു ട്രേഡിലോട്ട് എൻ്റർ ആവുന്നതിന് മുന്നേ തന്നെ നമുക്കിപ്പം മനസ്സിലാക്കാൻ പറ്റും. ഈ ട്രേഡിൽ നമ്മൾ കയറുകയാണെങ്കിൽ നമ്മുടെ ഡയറക്ഷൻ കറക്റ്റ് ആണെങ്കിൽ നിഫ്റ്റിയിൽ ഇപ്പോൾ ഒരു 100 പോയിന്റ് മൂവ്മെന്റ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ അല്ലെങ്കിൽ നിഫ്റ്റിയിൽ 1 പോയിന്റ് മൂവ്മെന്റ് നടന്നാലും എത്ര നമ്മുടെ ഓപ്ഷൻ പ്രീമിയത്തിൽ ചേഞ്ച് വരുമെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി. അപ്പം ഇങ്ങനെയാണ് മുൻകൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ചെറിയ രീതിയിലാണ് നിങ്ങൾക്ക് തലയിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഇനി പതുക്കെ പതുക്കെ നമ്മുടെ വീഗ, തീറ്റ, ഗാമ ഈ 3 കാര്യങ്ങളിലൂടെ പറയുമ്പോൾ സോറി
അപ്പം ഈ 3 കാര്യങ്ങളോടെ പറയുമ്പോൾ ഓപ്ഷൻ പ്രീമിയം എങ്ങനെ വർക്കൗട്ട് ആവുന്നതെന്ന് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഗ്രീക്സ് തീരുന്നതോടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി ഒരു ചെറിയ കാര്യം, ഇനിയുള്ള കാര്യമൊന്നും സത്യത്തിൽ ഞാൻ പറയണമെന്നില്ല. പിന്നെ ഞാനിങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. അതായത് ഈ ഡെൽറ്റയ്ക്ക് തന്നെ പല പല സ്റ്റേജ് ഉണ്ട്. അതൊന്നും സത്യത്തിൽ ആവശ്യമില്ലെന്നേ, ഞാൻ വേണേൽ ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ കാണിച്ചേക്കാം. അതായത് പ്രീ ഡെവലപ്മെന്റ് സ്റ്റേജ്, പിന്നെ നമ്മുടെ ടേക്ക് ഓഫ് സ്റ്റേജ്, ആക്സിലറേഷൻ സ്റ്റേജ്. വേറൊന്നും അല്ല, ഔട്ട് ഓഫ് ദ മണിയിൽ നിന്ന് ഇൻ ദ മണിയിലോട്ട് നമ്മൾ നേരത്തെ ഒരു ചാർട്ട് കാണിച്ചില്ലേ, ഔട്ട് ഓഫ് ദ മണിയിൽ നിന്ന് ഇൻ ദ മണിയിലോട്ട് പോകുമ്പോഴത്തേക്ക് ഓപ്ഷൻ പ്രീമിയം അതുപോലെ കൂടും എന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. ഇതില് ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ കിടക്കുന്നതുകൊണ്ട് ഞാൻ എടുത്ത് സ്ലൈഡിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞ ഫിഗറോടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതിനെല്ലാം ശേഷം നിങ്ങൾക്ക് ഏത് കോൾ ഓപ്ഷൻ ആണെങ്കിൽ ഇന്ന സ്ട്രൈക്ക് പ്രൈസ്, അതായത് ഇൻ ദ മണി ആണെങ്കിൽ എത്ര മൂവ്മെന്റ് നടന്നാൽ ഡെൽറ്റയിൽ എന്തൊക്കെയായിരിക്കും റേഞ്ച് വരുന്നത് എന്നുള്ള ഒരു ഫിഗറും കൂടെ ഞാൻ സ്ലൈഡിലാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോണം. ഓക്കെ, അതുപോലെ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കൊണ്ടായിരിക്കും ഈ ഡെൽറ്റയൊക്കെ ആരാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇത് എവിടുന്നാണ് കണ്ടുപിടിക്കുന്നത്? ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇപ്പൊ ബാക്കിയുള്ള ചാനൽസ് പഠിപ്പിക്കുന്നത് പോലെ ഇപ്പൊ ഞാനും പഠിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഒരു കണക്കായി പോകത്തില്ലേ, ഒരു വ്യത്യാസമില്ല. അപ്പൊ ഞാൻ എപ്പോഴും പറയും, നമുക്ക് കാര്യങ്ങൾ വളരെ വളരെ ലളിതമായിട്ട് എങ്ങനെ മനസ്സിലാക്കാം, നമ്മുടെ ട്രേഡിങ്ങിൽ ആവശ്യപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്താന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ ഇത്രയും കാര്യം മാത്രം തൽക്കാലം എന്നല്ല, എപ്പോഴും നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഒരു കാര്യം പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കി അങ്ങ് പഠിച്ചാൽ മാത്രം മതി. അല്ലാതെ അതിന്റെ പിന്നിൽ എന്താ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് നമുക്ക് ടെൻഷൻ ആവുന്നത്. ഇപ്പം ചില കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ ട്രേഡിങ് ഈസി ആയിട്ട് നടന്നു പോകും. പക്ഷെ ഓപ്ഷൻ ഗ്രീക്സ് അറിഞ്ഞില്ലെങ്കിലുള്ള ദോഷം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി, അറിഞ്ഞാലുള്ള ഗുണം മനസ്സിലായി. ഇനി ചില കാര്യങ്ങളുണ്ട് നമ്മൾ അറിഞ്ഞില്ലെങ്കിലും ഒരു കുഴപ്പമില്ലെന്നേ, ഒരു പ്രശ്നമില്ലാത്ത കാര്യം. അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഈ പറയുന്ന ഓപ്ഷൻ ഗ്രീക്ക് എങ്ങനെയാണ് വർക്ക് ആവുന്നത്, അല്ലെങ്കിൽ ഇത് ആരാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ബ്ലാക്ക് ആൻഡ് സ്കോൾസ് ഫോർമുല എന്ന് പറയുന്ന ഒരു ഫോർമുല ഉണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഫോർമുലാസ് നമുക്ക് വേണമെങ്കിൽ നെറ്റിൽ തന്നെ അവൈലബിൾ ആണ്. നമുക്ക് അതിൽ പോയി ചിന്തിക്കുക. ഇതിന്റെ ഒന്നും ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് എങ്ങനെ വർക്ക് ആവുന്നത് നമ്മൾ പഠിക്കണ്ട. നമ്മളിപ്പോ മനസ്സിലായി, ഇത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഓപ്ഷൻ പ്രീമിയത്തിൽ ചേഞ്ച് വരും എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ നിങ്ങൾ പഠിച്ചല്ലോ, അത് മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ ഇനി ഞാൻ ഈ കാണിക്കാൻ പോകുന്ന സ്ലൈഡും കൂടെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് സ്ട്രൈക്ക് പ്രൈസ്, അതായത് ഇൻ ദ മണി ആണെങ്കിലും അറ്റ് ദ മണി ആണെങ്കിലും ഔട്ട് ഓഫ് ദ മണി ആണെങ്കിലും ഡീപ്പ് ഔട്ട് ഓഫ് ദ മണി ആണെങ്കിലും സ്ലൈറ്റ് ഔട്ട് ഓഫ് ദ മണി ആണെങ്കിലും ഫാർ ഔട്ട് ഓഫ് ദ മണി ഫാർ ഇൻ ദ മണി ആണെങ്കിലും സ്ലൈറ്റ് ഇൻ ദ മണി ആണെങ്കിലും ഏതാണെങ്കിലും ഡെൽറ്റയിൽ വരുന്ന വേരിയേഷൻസ് ഏതൊക്കെയാണ്. ഇപ്പൊ ഡെൽറ്റയിൽ വരുന്ന മൂവ്മെന്റ്, ഡെൽറ്റയിൽ ഇപ്പൊ -3 ആണെങ്കിൽ നിങ്ങൾക്ക് ടക്കെന്ന് പിടികിട്ടണം. ഇപ്പൊ ഡെൽറ്റ -3 ആണ്, അങ്ങനെയാണെങ്കിൽ 100 പോയിന്റ് മൂവ് ആകുമ്പോഴത്തേക്ക് 30 പോയിന്റ് ആണ് ഇതിന്റെ മൂവ്മെന്റ്. അങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലാവണം. കോൾ ഓപ്ഷൻ ആണെങ്കിൽ 0 to 1, പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ 0 to -1. അത്രയും മാത്രമേ ഉള്ളൂ. ഞാൻ ആ സ്ലൈഡൂടെ കാണിച്ചിട്ട് ഇത് നമുക്ക് നിർത്താം. ഇന്നത്തെ വീഡിയോ നമുക്ക് ഒതുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാണാം, ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ. ദ വാല്യൂ ഓഫ് ദ ഡെൽറ്റ ഈസ് വൺ ഓഫ് ദ മെനി ഔട്ട്പുട്ട്സ് ഫ്രം ദ ബ്ലാക്ക് ആൻഡ് സ്കോൾസ് ഓപ്ഷൻ പ്രൈസിംഗ് ഫോർമുല. As I have told you earlier, no need to learn. The Black and Scholes formula takes in a bunch of inputs and gives out a few outputs. The output includes the options delta, value and other Greeks. Okay. ഞാൻ ചിലപ്പോൾ പറഞ്ഞ കണക്കല്ല, അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ റെഡിൽ എഴുതിയിട്ടുണ്ട്. Here is a table which help you identify the approximate delta value for a given option. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഏത് ഓപ്ഷൻ ടൈപ്പ് അല്ലെങ്കിൽ ഏത് സ്ട്രൈക്കിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. നിങ്ങൾ ഡീപ്പ് ഇൻ ദ മണിയിൽ പോയി എടുക്കുവാണെങ്കിൽ കോൾ ഓപ്ഷന്റെ ഡെൽറ്റ വാല്യൂ 0.8 മുതൽ 1 ആയിരിക്കും. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയില്ല, അതായത് 17,000, 16,900 അങ്ങനെ പോകുമ്പോൾ, അതായത് ഡീപ്പ് ഇൻ ദ മണി ആണെങ്കിൽ 0 to 8 to 1, സ്ലൈറ്റ്ലി ഇൻ ദ മണി ആണെങ്കിൽ 0.6 to 1, അറ്റ് ദ മണി ആണെങ്കിൽ എപ്പോഴും 0.45 to 0.55 ഇതായിരിക്കും അറ്റ് ദ മണി. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയാൽ ഇപ്പൊ 17,300 ആണ് ഇവിടുത്തെ അറ്റ് ദ മണി. അങ്ങനെയാണെങ്കിൽ 0.5 ആണ് കോൾ ഓപ്ഷനിൽ, പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ -0.5. ഇതിന്റെ അർത്ഥം എന്താണ്? 100 പോയിന്റ് ഇപ്പൊ നിഫ്റ്റിയിൽ മൂവ്മെന്റ് നടക്കുവാണെങ്കിൽ 50 പോയിന്റ് ആയിരിക്കും ഓപ്ഷൻ പ്രീമിയത്തിൽ മൂവ്മെന്റ് നടക്കുന്നത്. ഓക്കെ,
അതുപോലെ സ്ലൈറ്റ്ലി ഔട്ട് ഓഫ് ദ മണി ആണെങ്കിൽ 0.4 ടു 0.3, ഡീപ്പ് ഔട്ട് ഓഫ് ദ മണി ആണെങ്കിൽ 0.3 ടു 0. അതുപോലെ തന്നെയാണ് പുട്ട് ഓപ്ഷൻ. ഇതിലെല്ലാം മൈനസിലോട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ നല്ല രീതിയിൽ മൈൻഡിലോട്ട് ഒന്ന് കയറ്റുക. അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലായി? ഓപ്ഷൻ ബൈ ചെയ്യുന്നവരാണെങ്കിൽ ഡീപ്പ് ഇൻ ദ മണി ആയിരിക്കും എപ്പോഴും ബെറ്റർ. ഓപ്ഷൻ സെല്ല് ചെയ്യുന്നവരാണെങ്കിൽ ഡീപ്പ് ഔട്ട് ഓഫ് ദ മണിയാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ഇനി വരും വീഡിയോസിൽ പഠിക്കും. അത് ഒരു ടെക്നിക്കൊക്കെ ഉണ്ട്. അത് നമ്മുടെ തീറ്റ ഫാക്ടറോടെ കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ ഇതാണ് ഞാൻ എന്താ നേരത്തെ പറഞ്ഞ ആ ഒരു ഇതെന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല, അതാണ്ട് ഇത് ഔട്ട് ഓഫ് ദ മണി, ഇത് അറ്റ് ദ മണി, ഇത് ഇൻ ദ മണി. അതാണ് പറയുന്നത്. ഔട്ട് ഓഫ് ദ മണി എന്ന് പറയുമ്പോഴത്തേക്ക് ഡെൽറ്റ വളരെ 0, 0.1 അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ ഇതാണ്ട് ഇത് പിന്നെ നമ്മുടെ സ്പോട്ട് പ്രൈസ് ഇങ്ങനെ മുകളിലോട്ട് പോകും തോറും, അതായത് അറ്റ് ദ മണിയിലോട്ട് പോകും തോറും ഇവിടെ 0.5, നമ്മുടെ ഡെൽറ്റ 0.5 ആണ്. ഇനി ഇന്ത്യ മണിയിലോട്ട് പോവുകയാണെങ്കിൽ, അതായത് സ്പോട്ട് പ്രൈസ് നേരെ ഇന്ത്യ മണിയിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇന്ത്യ മണിയിലുള്ള സാധനം ചൂസ് ചെയ്യുവാണെങ്കിൽ പക്ക ഡെൽറ്റ 1 വരും. അതാണ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ക്ലിയർ ആയി, വേറെ ഒന്നുമില്ല. ഇനി ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പോകും. 100 പോയിന്റ് നിഫ്റ്റിയിൽ മൂവ്മെന്റ് നടന്ന 100 പോയിന്റ് നമ്മുടെ ഓപ്ഷൻ പ്രീമിയത്തിലെ മൂവ്മെന്റ് നടക്കും. അതാണ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാവുന്നില്ല, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഈ ഗ്രാഫോട് എടുത്ത് വെച്ചതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നാൽ പറ്റുന്ന രീതിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി ഞാൻ സമയമെടുത്തതല്ലാതെ ഞാൻ വളഞ്ഞു മൂക്കി പിടിച്ചിട്ടില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് തന്നെ നേരിട്ട് വിളിക്കുക, അല്ലെങ്കിൽ നേരിട്ട് വിളിക്കാൻ ഞാനിപ്പോൾ ശ്രദ്ധയിലാണ്. അപ്പം നേരിട്ട് വാട്സപ്പ് ചെയ്യുക. അല്ലാതെ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ഞാനതിന് റിപ്ലൈ തരാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ തന്നെയാണ്. പിന്നെ പ്രാർത്ഥിക്കുക. അത്രേ ഉള്ളൂ. എല്ലാവരും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുക. നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ ഓഫ് യു.